വെൽക്കം ബാക്ക് ടു another വീഡിയോ ഓഫ് മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് കുറേ എന്താ പറയുക, വേറൊരു പുതിയ പ്ലേസിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ബ്രിസ്റ്റൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളിപ്പം മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ബെൽഫാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി. അപ്പോൾ ഇതിൻ്റെ കുറേ സെറ്റ് ചെയ്ത് കാര്യങ്ങൾ വീടും അതുമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എനിക്ക് അപ്ഡേറ്റ് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ തൊട്ടിട്ട് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്ലീസ് സ്റ്റേ വിത്ത് മീ. ഞാൻ മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇതുണ്ടോ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അവർ ഈ ലോണൊക്കെ ഉണ്ടാവില്ല, പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവരതൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അവരതാ വെഹിക്കിൾ എവിടെയുണ്ട് വന്ന് അവർ കുറച്ച് 2-3 ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം അവർ ക്ലീൻ ചെയ്തിട്ട് പോവും. ഓക്കേ, നമ്മളിപ്പോൾ ബ്രിസ്റ്റലിലോട്ടേക്ക് മൂവ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് ഒക്കെ ആയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ ഒരു കമ്പൗണ്ട് എന്ന് പറയുന്നത്. കുറേ വീടൊക്കെ ചുറ്റുമുണ്ട്. എൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അവിടെ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ് എന്ന് പറയുന്നത്. അവിടെയാണ് അവിടെ ഒരു റിംഗ് റോഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കാൻ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്കാണ്. അതിൻ്റെ ഒരു സൈഡിലൂടെയാണ് നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റ്സും കുറേ കാര്യങ്ങളൊക്കെ വീടൊക്കെ വരുന്നുണ്ട്. അവരുടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനൊരു കാക്ക പറന്ന് പോകുന്നത് കണ്ടു. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ലതാണ് കേട്ടോ. നല്ലൊരു സണ്ണി വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നോർമലി ഇവിടെ എന്ന് വെച്ചാൽ എപ്പോഴും അത് ക്ലൗഡി, സംടൈംസ് ലൈക്ക് റെയിനി ആയിരിക്കും. എന്തായാലും പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ആ സണ്ണീൻ്റെ ഒരു ഇതും നമുക്ക് കിട്ടില്ല കേട്ടോ. ചൂടൊന്നും നമുക്ക് കിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് എപ്പോഴും എന്താ പറയുക, തണുപ്പൊക്കെ തന്നെയാണ്. നല്ല കാറ്റുണ്ടും പുറത്ത്. പക്ഷേ നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നല്ലൊരു സണ്ണി. പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. നമ്മൾ ഇതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് പോയിക്കോളാം. ക്ലൗഡൊക്കെ ഉണ്ടാവും നല്ല വൈറ്റ് ഒക്കെ ആയിട്ട്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ചെറിയൊരു സ്കിൻ കെയർ ആണ്. ജസ്റ്റ് സ്ക്രബും ചെയ്യും. അതുപോലെ തന്നെ ഞാനൊരു സിറം യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്, അത് മെയിനാണ്. ജസ്റ്റ് ഞാൻ അല്ലാണ്ട് സ്കിൻ കെയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതൊരു മസ്റ്റ് ചെയ്യുന്നൊരു മെയിൻ സ്കിൻ റൊട്ടീൻ ആണ് കേട്ടോ. പിന്നെ എനിക്ക് മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എന്താ പറയുക സ്കിൻ റൊട്ടീൻ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ അവരെയൊക്കെ കണ്ടുവച്ചിട്ട് എനിക്ക് ബേസിക്കായിട്ട് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് സ്കിന്നിന് കുറച്ച് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതേ ഉള്ളൂ. വാഷ് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ പോകണം. ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ദിവസങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അവിടെ പുറത്തുള്ള പുല്ല് വലിക്കുന്ന മെഷീൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ചെറിയൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അല്ലേ. ഇത് സ്കിൻ കെയറിൽ പിന്നെ സിറം മസ്റ്റ് ആണല്ലോ. എനിക്കിപ്പോൾ ഫേവറേറ്റ് ഉള്ളൊരു സിറാണ് കേട്ടോ ഇത്. ഈ ഒരു സിറം എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, സ്കിന്നിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു റീഫ്രഷ്മെൻറ്റും സോഫ്റ്റ് സ്മൂത്തനിങ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിറാണിത്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ആയി വീഡിയോസൊക്കെ ഇതിൽ ചെയ്തിട്ട് ഇവിടെയെല്ലാം നനഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പിന്നെ ബെൽഫാസ്റ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ബ്രിസ്റ്റലിലേക്കായി മൂവ് ചെയ്തു. ഹാപ്പിക്ക് ഇവിടത്തേക്ക് വർക്ക് മാറിക്കിട്ടേ, അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ വീടൊക്കെ സെറ്റിലും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ ഇനി നമ്മളിവിടെ കുറേ കാലം ഇവിടെ ബ്രിസ്റ്റലിലാണ്. പിന്നെ ഇനി ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ബ്രിസ്റ്റലുമായിട്ടുള്ളതൊക്കെ ഇടാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ഇപ്പം എന്താ വെച്ചാൽ നമുക്ക് ജസ്റ്റ് എനിക്ക് രാവിലത്തെ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിക്കാം. എനിക്ക് കഴിക്കാം. ഓക്കെ, ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊറോട്ടയാണ്. ഞാൻ അത് ഹെൽത്ത് കോൺഷ്യസ് ഒന്നുമല്ല, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കഴിക്കും. അപ്പോൾ ഇത് ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയാലും പൊറോട്ട കണ്ടു വാങ്ങി. ആക്ച്വലി അറൗണ്ട് 15 എത്രയോ ഉണ്ടായിരുന്നു. അതിൻ്റെ എത്ര എനിക്ക് എക്സ്ട്രാ പൊറോട്ടസ് 15 ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിന് കൂടുതലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ചീപ്പായിട്ടുള്ളത് നമുക്ക് ഈ ഒരു 4 പൗണ്ട് 5 പൗണ്ട് എനിക്ക് എക്സാക്റ്റ് ഓർമ്മ വരുന്നില്ല. എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല മറ്റുള്ള സ്റ്റോളിനും കുറവാണോ ഇല്ലെന്ന്. പക്ഷേ എനിക്കിത് വേർത്തിട്ട് തോന്നി. നമുക്ക് ഇങ്ങനത്തെ ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ നാട്ടിലത്തെ ഫുഡ് കിട്ടാണ്ടിരിക്കുമ്പോൾ, പൊറോട്ടയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ ഇത് ചൂടാക്കിയിട്ട് കഴിക്കണം. ഞാൻ പിന്നെ പനീർ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും കോമ്പിനേഷനാണ്. കഴിച്ചിട്ട് പറയാം.
പിന്നെ പ്രത്യേകിച്ചിട്ട് വേറെ ഒന്നുമില്ല. ഞാനിനി മുതൽ എവിടേക്കും ബ്രസീലിൽ എവിടെയെങ്കിലും പോവുമോ അങ്ങനെയൊക്കെ ചെയ്യുമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ എന്താ പറയുക സ്പെഷ്യാലിറ്റി എന്താ പ്രത്യേകതകളൊക്കെ ഞാൻ ഇതിൽ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.